അപ്പൊ നിങ്ങള് 10 കൊല്ലം വീട്ടിനുള്ളിൽ പ്രണയം. വീട്ടിന് പുറത്ത് അതിനു മുമ്പ് എത്ര കാലം പ്രണയിച്ചു? 1.5 വർഷം. നിങ്ങളുടെ ഐഡിയ എന്തോ? ചുമ്മാ ഒന്ന് വീട്ടിനടുത്തായിട്ടൊന്ന് പ്രണയിച്ചു, സമയം പോകേണ്ടെന്ന് വിചാരിച്ചു പ്രണയിച്ചു, അതോ വളരെ സീരിയസ് ആയ പ്രണയമായിരുന്നു? അതെ, സീരിയസ് ആയ പ്രണയം. അല്ല, ഞാനാണ് ആദ്യമായി പ്രണയം ആണെന്നുള്ളത് പറഞ്ഞത്. അങ്ങോട്ട് പറഞ്ഞു? പറഞ്ഞു. അതെന്തോ പ്രേരിപ്പിച്ച ഘടകം എന്തോ? ഒന്നുമില്ല, ചുമ്മാ ഇരിക്കട്ടെ, ആ പ്രായത്തിലല്ലേ. പിന്നെ അവള് പറഞ്ഞു സീരിയസ് ആണെങ്കിൽ മാത്രം ദയാ മതി. അല്ല, റഹ്മാനെ ഇത് എങ്ങനെ പറഞ്ഞ്? ഞാന് അവൾ ഫോൺ ചെയ്തു. ലവ് യു മാം. ഓക്കെ, എന്നിട്ട് ഇഷ്ടമാണെന്ന്, എനിക്ക് ഇഷ്ടമാണെങ്കിൽ പക്ഷെ സീരിയസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതെ, ആദ്യം അല്ല എന്നൊക്കെ പറഞ്ഞു. ഞാന് പിന്നീട് പറഞ്ഞു വെറുതെ ചോദിച്ചപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തിനും തയ്യാറാണോന്ന് ചോദിച്ചു അല്ലേ? 10 കൊല്ലം മുറിക്കകത്തിരിക്കാൻ ഉൾപ്പെടെ. അങ്ങനെ വിചാരിച്ചില്ല. അല്ല, ഇപ്പൊ ഈ പ്രത്യേകിച്ച് നിങ്ങളുടെ അവിടെയൊക്കെ എന്ന് വെച്ചാലും അവിടെ നിന്നല്ല, കേരളത്തിൽ പൊതുവേ അന്നൊക്കെ കുറച്ചുകൂടെ ജാതി സ്ട്രോങ്, ഇന്ന് അതിനേക്കാൾ സ്ട്രോങ് ആണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. അത്രയും സ്ട്രോങ് ആയ ഒരു കാലത്ത് നിങ്ങളുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കില്ല, മറ്റുള്ള വാളെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജഗദീഷ് കുമാർ ഫോൺ ചെയ്തോല്ലേ, ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു ഫോൺ ചെയ്യേണ്ടി അല്ലേ? അങ്ങനെയൊക്കെ ഒരു സാധ്യതയില്ല. പേടിച്ചിരുന്നോ നിങ്ങള്? നന്നായിട്ട് പേടിച്ചു. റഹ്മാന്റെ സമുദായത്തിലുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ പ്രണയം അറിഞ്ഞപ്പോ? നിങ്ങളുടെ പ്രണയം നാട്ടിലും അറിഞ്ഞില്ല? അങ്ങനെ അറിയാവുന്ന പരമരഹസ്യമായിരുന്നു. അപൂർവം ചില കുട്ടികൾക്ക് മാത്രമേ അറിയാറുള്ളൂ, വലിയ മുതിർന്നവർക്കൊന്നും അറിയില്ല. മാത്രമല്ല റഹ്മാന്റെ ലുക്കും അനുഭവിച്ചാണ്. കാര്യം അറിയോ, ഒരു സാധുവിന്റെ മുഖമാ, ഒരു നിഷ്കളങ്കനാ. കാര്യം ഈ മനുഷ്യ ഒന്നും ചെയ്യത്തില്ല. അതാണ് ഈ എല്ലാ ദിവസവും രാവിലെ ഈ ഏതാണ്ട് 2 കൂടെ വേണ്ടൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ പോവല്ലേ, പോകുമ്പോൾ നാട്ടുകാരും യവനങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് വിചാരിച്ച് സാധു മനുഷ്യൻ. പിന്നെ ആയിരിക്കും ആൾക്കാർ അറിഞ്ഞു, യവൻ എന്തൊരു ഭീകരനാണെന്ന് ആലോചിച്ചതല്ലേ. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു പ്രശ്നം അറിയോ, ഈ പരിപാടി ടെലികാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പുറത്തൊക്കെ പോകുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ ആയിപ്പോവും, ഇവർ ഇത്രയും 10 കൊല്ലം അങ്ങോട്ട് പോയി നോക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. ആ പോലീസുകാരൊക്കെ മിക്കവാറും സർവീസിലുണ്ടെങ്കിൽ പണി രാജിവെക്കും. പോകും അവർ ഓർക്കും തോറും അവർക്ക് വിഷമം വരും. എന്നാലും ആ വീട്ടിനെ വരാൻ തരപ്പെട്ട് നമ്മളതിനകത്ത് കയറി നോക്കി. ഞാൻ ഇരിക്കുന്ന റൂമിലേക്ക് വന്നില്ല, വേറെ റൂമിലേക്ക് ഒരു കമ്പി കാണും വെച്ചിട്ട് കുത്തു കൊടുക്കാൻ എന്താ പോലീസുകാരന്. ഓക്കെ, കുട്ടിയായിട്ട് എന്താ പറയാൻ വന്നു? ചുണ്ടനക്കുന്നു. റഹ്മാൻ ആൻഡ് സജിത, നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു കോഴിയെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ കോഴിയെക്കുറിച്ച് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആ കോഴി നിങ്ങളുടെ കൂടെ റൂമിൽ 5 വർഷം താമസിച്ചിരുന്നു, ശരിയാണോ? സത്യമാണത്. ആ കോഴി മുറിക്കകത്തോ? അതെ. ആ കോഴിയും പിടിച്ചു ഒളിപ്പിച്ചു വെച്ചോ? മനുഷ്യനോട് കാണിക്കുന്ന മനസ്സിലാവും. അതങ്ങനെയല്ല സാർ. ഒരു കോഴി വീട്ടിലെ 2 കോഴി ബാപ്പ വാങ്ങിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കോഴി നേരത്തെ തന്നെ പട്ടി പിടിച്ചിട്ട് പോയി. ഒരു ആൺകോഴി ഒരു പെൺകോഴിയാണ്. അപ്പൊ പെൺകോഴി നേരത്തെ പോയി. അപ്പൊ ഇത് പെട്ടെന്ന് വളരുന്ന കോഴിയാണ്. അപ്പൊ കുറച്ചായിട്ട് വെളിക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് വലുതായി, പെട്ടെന്ന് 2 ആഴ്ച കൂടുമ്പോൾ പെട്ടെന്ന് വലുതായി അത്. അപ്പൊ ഒരു അപകടം ആരോ എന്തോ മറ്റേ തല്ലി ഓടിച്ചിട്ടാണെന്ന് അറിയില്ല, അതിന്റെ കാല് വയ്യാണ്ട് നീങ്ങിയിട്ടാണെങ്കിൽ വീടെത്തി ഒരു ദിവസം. അത് പോയി കാലത്ത് തുറന്നു വിട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയാവും വീടെത്തണം ഞാൻ. പക്ഷെ വീട്ടിൽ കയറി കോഴിക്കൂട്ടി കയറില്ല, നേരെ കട്ടളപ്പടിയിൽ ഉമ്മർത്ത് വന്ന് മടിയിൽ ഒരു മടി കയറിയിരിക്കും ആ കോഴി. അതെ, അതെ. ഒരു ദിവസം കണ്ടില്ല. അപ്പോൾ നീങ്ങിയിട്ടാണെങ്കിൽ വീടിൻ്റെ പരിസരത്തും വരെ എത്തി, കാല് വയ്യാത്ത കാരണം. അതിനെ നോക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഈ മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നോക്കി പിന്നെ ഇനി ഇതിന് വെളിക്ക് വിട്ടാൽ ശരിയാവില്ല വിചാരിച്ച് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇവള് നോക്കി. കോഴി അവിടെ താമസിപ്പിച്ചു. പിന്നെ കോഴി ഇവളുമായിട്ട് ഫ്രണ്ട്ലി ആയി. അല്ലേ? പക്ഷേ ഇത് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കിയാൽ പോലും ആരും വിശ്വസിക്കുന്ന ഒരു കഥയല്ല. അപ്പൊ നിങ്ങൾ കുറച്ചുപേര് മാത്രമാണ്, അത് വളരെ വിരലെണ്ണാവുന്ന ആൾക്കാരും മാത്രമാണ് മത്സരിച്ചത്. അപ്പൊ ഈ കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഒരുപാട് മീഡിയ ഒക്കെ ഇത് കവർ ചെയ്തല്ലോ, അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയോ? ഇപ്പൊക്കെ ഈ കാഞ്ചനമാലയും മൊയ്തീനും പോലെ അതിനേക്കാളും ഭീകരമായത്. കാര്യം ചെറിയൊരു കുടിച്ചു മുറിക്കകത്ത് 2 മനുഷ്യർ ഇങ്ങനെ താമസിച്ചെന്ന് പറഞ്ഞത്, അത് എല്ലാ കർമ്മങ്ങളും അവിടെയാണല്ലോ. എനിക്കൊന്ന് മാത്രമല്ല, വീട്ടുകാർ ഇത് അറിഞ്ഞതിന് ശേഷം വീട്ടുകാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ല, വീട്ടിൽ ആദ്യം വലിയ എതിർപ്പായിരുന്നു. റഹ്മാന്റെ വീട്ടില് ആദ്യം എതിർപ്പായിരുന്നു. ഇപ്പൊക്കെ അവരൊരുവിധം കൊച്ചു ജനിച്ചതിന് ശേഷം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയിരുന്നു. അവരെത്തിരി സമാധാനത്തിലാണ്. പക്ഷെ അപ്പോഴേക്കും പ്രസവം കഴിഞ്ഞിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അവർക്ക്. റഹ്മാൻ വല്ലാതെ പാടുപെട്ടൊരു സമയം പ്രസവം കഴിഞ്ഞ സമയത്തായിരുന്നു. അല്ല, നമ്മൾ അതിന്റെ ഇടയ്ക്ക് പക്ഷേ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ ഈ സാഹസികമായ രംഗങ്ങളെ കാണിക്കുമ്പോൾ ഒരു കാര്യം എഴുതി കാണിക്കും, ഇത് അനുകരിക്കും. അതെ. ഇത് അനുകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതെ. പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു, എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം. കാരണം കുട്ടിയെ ഒന്ന് വളർത്തിയെടുക്കുന്നത് വരെ
മറ്റ് സാഹസത്തിനൊന്നും പോകരുത്, അവരെന്ത് പറഞ്ഞാലും അനുസരിച്ച് ഡൗട്ട് കൊണ്ടാലും കിടക്കണം. അതെ അതെ. പക്ഷെ അതിന് റഹ്മാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവർക്ക് സാധിക്കാതെ വന്നു. പിന്നെ ഞാൻ അവർക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. നമ്മുടെ TR അജയൻ സാറ്, കൈരളി ചാനലിന്റെ അദ്ദേഹവും ഞാനും കൂടെ പ്രസവം കഴിഞ്ഞ് അവരെ കാണാനൊക്കെ പോയിരുന്നു. അദ്ദേഹം ചെറിയൊരു സഹായമൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നമുക്കൊരു വീടുണ്ടാക്കി. വീട് എവിടെയാണോ? പാലക്കാട്. വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യ സംഘം അതിനൊരു പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ല, ഓരോ പരിപാടികൾ പ്രയാസങ്ങളൊക്കെ ആയിട്ട്. പഞ്ചായത്തിൽ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് അവർ വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷെ ഇപ്പോ റഹ്മാന്റെ അച്ഛൻ അവരെ ചെറുതായിട്ടൊന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ നല്ല കാര്യം. ഈ പരിപാടി കഴിയുന്നതോടെ എനിക്കൊന്ന് അവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എല്ലാവരും ഒക്കെ ഒന്നിച്ചു പോവുക, അല്ലാതെ എന്താ ചെയ്യാ? ഓക്കെ, റെഡി. ജീവിതത്തിൽ എന്തോ ഏറ്റവും വലിയ വെല്ലുവിളി? ഇതിപ്പോ കഷ്ടപ്പാടിലാണ് പോകുന്നത്. കഷ്ടപ്പാടിലാണ്. സാമ്പത്തിക പ്രശ്നമൊക്കെ അടുത്തത്. സാമ്പത്തിക പ്രശ്നമുണ്ട്. ഒന്ന്, താങ്കൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കുറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് സജിതയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? കുഞ്ഞു വളരുന്നവരെ പാടായിരിക്കും അല്ലേ? പറ്റില്ല. അപ്പൊ ജീവിതം ഇത്തിരി വഴിമുട്ടി നിൽക്കുക. പ്രധാനമായിട്ടും ഇപ്പൊ പൈസ ആവശ്യമുള്ള എന്തിനാ? ദൈനംദിന ചെലവുകൾക്കാണോ അതോ ചികിത്സയ്ക്ക് വല്ലതും ആണോ? ചികിത്സയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ തന്നെ പൈസ ഉപകാരപ്പെടുക. ലൈഫ് മിഷനിൽ അപ്ലൈ ചെയ്ത് വീട് വല്ലതും കിട്ടിയോ? ഇല്ല, ഇപ്പൊ ഗവൺമെന്റിന് ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പൊ വൈകുന്നതാണ്. ഇല്ല. അപ്പൊ ഒരു വീട് വേണം. വീടാണ്. സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല. അപ്പൊ സ്ഥലവും വേണം, വീടും വേണം അല്ലേ? റഹ്മാന്റെ വീട്ടിലോ സ്ഥലത്തിന് സ്കോപ്പ് ഉണ്ടോ? സ്ഥലത്തിന് സ്കോപ്പ് അമ്മയോടൊന്ന് ആലോചിച്ച് ആരെങ്കിലും നമ്മളിപ്പോ കണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഒരു വീട് വെച്ചുതരാൻ തീരുമാനിച്ചല്ലേ, അപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അതെ, അങ്ങനെ വന്നാൽ വീട്ടിൽ പറയാം അല്ലേ? നോക്കാം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മളൊരു കുടുംബം പോലെ പോകുന്ന പദ്ധതിയാണല്ലോ ഫ്ലവേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം. 10 കൊല്ലം വിജയശ്രീ ലാളിതരായി ഒരു ചെറിയ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന നിങ്ങൾക്ക് ഇതിലും വലിയ പ്രതിസന്ധി ഇനി വരാനില്ല. നിങ്ങൾ രക്ഷപ്പെടും.